ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ലോകേശം സൃഷ്ടി ചെയ്യും മിഹ മുകുരവി മാം രക്ഷ ചെയ്യുന്നു വിഷ്ണു. ശ്രീകണ്ഠൻ സംഹരിക്കും നിവർ മമ ചിര സംസാരഹേതുക്കളല്ലോ. ശോകം ചേർക്കുന്ന ജന്മക്ഷയരുജകളശേഷം കൊടുക്കും കടാക്ഷം തൂകും തുല്യം വെടിഞ്ഞുള്ളൊരു ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേൻ. ഓം വേദാത്മികേ വിമല പൂർണ്ണ ശശാങ്കവക്ത്രേ ഹാരാദിഭൂഷണ വിഭൂഷിത സുന്ദരാംഗി സന്താപഹാരിണി സുഭാഷിണി ബോധലീനി ദാസേ സദാമയി ദയാം ഗുരുചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം 90-ാം ഭാഗം. അവതരണം ഇളനീരഭിഷേകവും മഴയും. തലശ്ശേരിയിലെ കൊട്ടിയൂർ ക്ഷേത്രം എന്നറിയപ്പെടുന്ന തൃച്ചംബരത്ത് ക്ഷേത്രത്തിൽ എല്ലാ ഇടവമാസത്തിലും നടക്കുന്ന ഇളനീരഭിഷേകം വളരെ പ്രസിദ്ധമാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒരാഴ്ചത്തെ വ്രതം നോറ്റാണ് ഇളനീരഭിഷേകത്തിനുള്ള ഇളനീർ കാവുകളുമായി തൃച്ചംബരത്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നത്. ആ വകയിൽ വലിയ ഒരു വരുമാനം ക്ഷേത്രത്തിന് ലഭിച്ചിരുന്നു. അതേ മാതൃകയിൽ അതേ ദിവസം തന്നെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലും ഇളനീരഭിഷേകം നടത്തുന്നതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കണമെന്ന് ഗുരുദേവൻ ക്ഷേത്രം ഭാരവാഹികളോട് നിർദ്ദേശിക്കുകയുണ്ടായി. ആ വിവരം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ഉത്സാഹമായി. എന്നാൽ ഒരു കൂട്ടം ആളുകൾ ഗുരുദേവന്റെ നിർദ്ദേശത്തെ ധിക്കരിച്ച് വീണ്ടും ഇളനീർക്കാവുകളുമായി കൊട്ടിയൂരിലേക്ക് തന്നെ പോയി. അക്കൊല്ലമുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും പെട്ട് അവരിൽ ചിലരെല്ലാം ഒഴുകിപ്പോയിരുന്നു. അതോടെ ജനങ്ങൾക്ക് ഗുരുദേവനിലുള്ള ഭക്തിയും വിശ്വാസവും അങ്ങേയറ്റം വർദ്ധിച്ചു. ജഗന്നാഥ ക്ഷേത്രത്തിൽ ആദ്യമായി ഇളനീരഭിഷേകം നടന്നത് 1908 തുടർന്ന് എല്ലാ ഇടവമാസത്തിലും ദൂരദിക്കുകളിൽ നിന്ന് പോലും വ്രതാനുഷ്ഠാനത്തോടെ ധാരാളം ജനങ്ങൾ ഇളനീർക്കാവുകളുമായി ക്ഷേത്രത്തിലെത്തി. ആ ഇനത്തിൽ ക്ഷേത്രത്തിൽ വന്നു ചേരുന്ന പണം സാധുക്കളുടെ
ജീവിതോന്നമനത്തിനും നിർധനരായ കുട്ടികളുടെ പഠനത്തിനും വേണ്ടി ചെലവഴിക്കണമെന്ന് ഗുരുദേവൻ ആജ്ഞാപിച്ചു. 1912 ഇളനീരഭിഷേകം അടുത്തു വന്നപ്പോൾ അക്കൊല്ലത്തെ അഭിഷേകം ഗുരുദേവനെ കൊണ്ട് നടത്തിക്കണമെന്ന് ക്ഷേത്രം നടത്തിപ്പുകാരും ഭക്തജനങ്ങളും ഒരുപോലെ ആഗ്രഹിച്ചു. അതനുസരിച്ച് ഗുരുദേവനെ ക്ഷണിച്ച് തലശ്ശേരിയിലേക്ക് എഴുന്നള്ളിക്കാനായി ഗുരുഭക്തനും ന്യായാധിപനുമായിരുന്ന ശ്രീമാൻ CB ഗോപാലൻ ആലുവായിലേക്ക് യാത്രയായി. ആലുവായിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വാടാരത്ത് തോപ്പിലായിരുന്നു അപ്പോൾ ഗുരുദേവൻ വിശ്രമിച്ചിരുന്നത്. ഗോപാലൻ അവിടെ എത്തി ഗുരുദേവനെ നമസ്കരിച്ച ശേഷം ക്ഷേത്രം ഭാരവാഹികളുടെ ആഗ്രഹം അറിയിക്കുകയും ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അദ്വൈതാശ്രമത്തിനായി ഈ സ്ഥലം ഷെഡ്യൂളിൽ നിന്നും വാങ്ങുവാൻ നാം തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ വിലയായി കൊടുക്കേണ്ട പണം മുഴുവനായിട്ടില്ല. അതിനുള്ള പരിശ്രമം നടക്കുകയാണ്. അതിനിടയിൽ തലശ്ശേരിക്ക് ഇപ്പോൾ വരാനാവില്ലല്ലോ. ഗോപാലൻ: അയ്യോ, അങ്ങനെ തീർത്ത് പറയരുതേ സ്വാമി. തലശ്ശേരിക്കാരുടെ എല്ലാം ആഗ്രഹമാണ് അവിടത്തേക്ക് എഴുന്നള്ളുവാൻ ദയവുണ്ടാകണം. CB ഗോപാലൻ വീണ്ടും വീണ്ടും അപേക്ഷിച്ചപ്പോൾ ഗുരുദേവൻ യാത്രയ്ക്ക് സമ്മതിച്ചു. അന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് തന്നെ തലശ്ശേരിയിലേക്ക് യാത്രയായി. അഭിഷേക ദിവസം നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇളനീർക്കാവുകളുമായി ധാരാളം ഭക്തജനങ്ങൾ കൂട്ടം കൂട്ടമായി ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരുന്നു. അന്ന് പതിവിൽ കവിഞ്ഞ് അതിഭയങ്കരമായ ചൂട് അനുഭവപ്പെട്ടു. എല്ലാ കൊല്ലവും അഭിഷേകത്തിന് കനത്ത മഴയുണ്ടാവുക പതിവായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം മഴ പെയ്യാനുള്ള യാതൊരു ലക്ഷണവും പ്രകൃതിയിൽ കാണുകയുണ്ടായില്ല. അതിൽ ജനങ്ങളാകെ നിരാശരായി തീർന്നു. മഴയില്ലാത്ത അഭിഷേകത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കുവാൻ കൂടി പ്രയാസമായിരുന്നു. ഈ പ്രയാസം ഗുരുദേവന് മുന്നിൽ ഉണർത്തിച്ചാൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകാതിരിക്കില്ലെന്ന് ചിലരെല്ലാം അഭിപ്രായപ്പെട്ടു. എന്നാൽ ഗുരുദേവനോട് ഇത് ആര് പറയും? അവർ തമ്മിൽ ആലോചിച്ചു. ഒടുവിൽ മടയമ്പത്ത് മന്ദൻ റൈറ്റർ എന്നയാൾ ആ നിയോഗം സ്വയം ഏറ്റെടുത്തു. റൈറ്റർ ഗുരുദേവന് മുന്നിലെത്തി വിനീതനായി അപേക്ഷിച്ചു, ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം ഉണർത്തിപ്പാനുണ്ട് സ്വാമി. ഗുരുദേവൻ: സങ്കടമുള്ള കാര്യമോ? പറയാമല്ലോ. റൈറ്റർ: എല്ലാ കൊല്ലവും ഇളനീർ വെക്കുമ്പോൾ കനത്ത മഴയുണ്ടാവുക പതിവുണ്ട്. മഴ നനഞ്ഞുകൊണ്ട് വേണം ഭക്തജനങ്ങൾക്ക് ഇളനീർ വെക്കാൻ. ഗുരുദേവൻ: അതിനിപ്പോൾ നാം എന്തു ചെയ്യും? മഴയുണ്ടാക്കുന്നത് ബുദ്ധിമുട്ടല്ലയോ? റൈറ്റർ: ഉടനെ ഒരു മഴയ്ക്കുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. വ്രതക്കാർക്ക് വലിയ നിരാശയായിരിക്കുകയാണ്. ഇളനീർ വെക്കൽ ചടങ്ങിന് ഇനി അധിക നേരവുമില്ല. കൊട്ടിയൂരിൽ ഈ നേരത്ത് മഴ പെയ്യുക സാധാരണമാണ്. ഗുരുദേവൻ: ഓ, എന്നാൽ ഇന്ന് മഴ പെയ്യണമെന്ന് നാം പറയണമോ? റൈറ്റർ: അവിടുന്ന് കൽപ്പിച്ചാൽ മഴയുണ്ടാകും. ഗുരുദേവൻ: വിശ്വാസമുണ്ടല്ലോ, കൊള്ളാം. ഗുരുദേവൻ മഴയെപ്പറ്റി പിന്നീടൊന്നും പറഞ്ഞില്ല. റൈറ്റർ പുറത്തേക്ക് വന്നു. ഗുരുദേവന്റെ സംഭാഷണം
എല്ലാവരെയും അറിയിച്ചു. ഗുരുദേവൻ മഴ പെയ്യുമെന്ന് കൽപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ചിലർ സങ്കടപ്പെട്ടു. കൊട്ടിയൂരിൽ മഴ പെയ്താൽ ഇവിടെയും മഴ പെയ്യും എന്നാണല്ലോ ഗുരുദേവൻ പറഞ്ഞതിന്റെ പൊരുളെന്ന് മറ്റു ചിലരും പറഞ്ഞു. അപ്പോഴേക്കും അവിടമാകെ തണുത്ത കാറ്റ് ശക്തമായി വീശുവാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞതോടെ ചെറുതായി മഴ വീണു. ക്രമേണ ആ മഴ കനത്തു വന്നു. ഒടുവിൽ 1.5 മണിക്കൂറോളം മഴ ഒരേ നിലയിൽ നീണ്ടു നിന്നു. ആ മഴയിൽ ഇളനീരഭിഷേകം അങ്ങേയറ്റം ഭക്തി നിർഭരമായി നടന്നു. ഗുരുദേവന്റെ ദിവ്യത്വമാണ് അതിന് പിന്നിലെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം, ഇളനീരഭിഷേകവും മഴയും അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.